കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ദരിദ്ര വിഭാഗങ്ങളെ കൂടുതൽ ദരിദ്രരാക്കുന്നതാണ് ബജറ്റെന്നും മോദിയുടെ പൊള്ളയായ അവകാശവാദങ്ങൾ മാത്രമാണ് ബജറ്റിലുള്ളതെന്നും പോളിറ്റ് ബ്യൂറോ. വിവരങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്നും ചേരുകയാണ്. ജിൽബി, അതായത് ഈ പറയുന്ന വാചകങ്ങൾക്കപ്പുറത്തേക്ക് ആ ബജറ്റിൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ സ്പർശിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന ഒന്നുമില്ലെന്നാണോ CPIM പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ് ഇന്നിപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട്, യുവാക്കളെ അവഗണിച്ചുകൊണ്ട്, സ്ത്രീകളെ, കർഷകരെ ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വിമർശനം തന്നെ പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോയും അത് തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ദരിദ്രരെ പിഴിഞ്ഞുകൊണ്ട് സമ്പന്നനാക്കാനുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇന്നിപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യക്തമാക്കുന്നത്. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധനമന്ത്രി ഉയർത്തുന്ന അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഇന്നിപ്പോൾ ധനമന്ത്രി ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഭയാനകമായ സാമ്പത്തിക സ്ഥിതിയും അത്തരത്തിൽ മോദി സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വികസനമാണ് മോദി സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നുള്ള വ്യക്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്നത്തെ ബജറ്റ് എന്നും, അതിനാൽ തന്നെ മോദിയുടെ പൊള്ളയായ അവകാശവാദങ്ങൾ മാത്രമാണ് ഈ ബജറ്റിലുള്ളതെന്നും CPIM പോളിറ്റ് ബ്യൂറോ വിമർശിക്കുകയുണ്ടായി. കർഷക, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലകളൊക്കെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുന്നു. സ്ത്രീകളെ, കുട്ടികൾക്കൊക്കെ അവർക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളൊന്നും ഈ ബജറ്റിലില്ല. ഭക്ഷ്യ സബ്സിഡികളൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ പൂർണ്ണമായിട്ടും സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബജറ്റാണ് ഇന്നിപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചിരിക്കുന്നത്. മനു. ജിൽബി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.